நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അവസാനത്തെ 2 പാടലുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അത്ഭുതമെന്നേ ചൊല്ലാം എന്നെത്തൻ ഭക്തന്മാർക്കും ഭക്തനെന്നാക്കി ചെയ്തു. മൃത്യുപീഡയെ മാറ്റി ആനന്ദാമൃതത്തെ ഊറ്റി എന്നെ തെളിച്ച് എന്നെ ആനന്ദപ്പുഴയോറും പർവ്വതമാക്കി ചെയ്തു. ആനന്ദത്തിൻ്റെ ഒരു മഹാപർവ്വതമാക്കി അല്ലയോ ഭഗവാൻ എന്നെ മാറ്റി. അപ്പോൾ ആനന്ദപർവ്വതമായി ഞാൻ മാറി. അല്ലെങ്കിൽ അല്ലയോ ഭഗവാൻ അങ്ങ് എന്നെ ആനന്ദപർവ്വതമാക്കി മാറ്റി. ദുഃഖത്തിൻ്റെ മഹാസാഗരത്തിൽ കിടന്ന ജീവിതത്തിലെ സംസാര സമുദ്രത്തിൽ ആണ്ടുകിടന്ന എന്നെ അങ്ങ് ആത്മീയതയുടെ ഉന്നത കോടിയിൽ കൊണ്ടെത്തിച്ച് എന്നെ പരമാനന്ദത്തിൻ്റെ പർവ്വതമാക്കി മാറ്റി. അതാണ് ഇവിടെ പറയുന്നത്. പരമാനന്ദത്തിൻ്റെ പർവ്വതമാക്കി അല്ലയോ ഭഗവാൻ ശിവൻ അവിടുന്ന് എന്നെ പരിവർത്തനം ചെയ്യിച്ചു. ദുഃഖത്തിൻ്റെ മഹാസാഗരത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ മഹാപർവ്വതത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അത്ഭുതമെന്നേ ചൊല്ലാം. ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു മഹാ അത്ഭുതമാണിത്. അങ്ങയുടെ ദർശനത്താൽ തന്നെ ഞാൻ ദുഃഖസമുദ്രത്തിൽ നിന്ന് ആനന്ദപർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറി. പിന്നെ എന്നെ ഭക്തന്മാർക്കും ഭക്തനെന്നെ ആക്കി ചെയ്തു. ഭക്തന്മാരുടെ ഭക്തനായി എന്നെ മാറ്റി. തീക്ഷ്ണമായ ഭക്തി കൊണ്ട് എൻ്റെ ഹൃദയത്തെ അങ്ങ് ഉരുക്കി മാറ്റി. അങ്ങ് വെണ്ണ പോലെയാക്കി തീർത്തു. കല്ലുപോലെ കിടന്നിരുന്ന എൻ്റെ ഹൃദയത്തെ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തിൽ കൊണ്ടെത്തിച്ച് എൻ്റെ ഹൃദയം വെണ്ണ പോലെ മൃദുലമാക്കി ചെയ്ത് അല്ലയോ ഭഗവാൻ അവിടെ നിന്നാണ്. അതോടെ മൃത്യുപീഡയെ മാറ്റി. മൃത്യുവിനെ ഞാൻ ഇതുവരെ ഭയപ്പെട്ടിരുന്നു. ഇനി മൃത്യുഞ്ജയനായ ശിവൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിനി മൃത്യുവിനെക്കുറിച്ച് ഭയമേയില്ല. മൃത്യുവിനെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇനി എനിക്ക് മരണമില്ല. അങ്ങനെ ജനിമൃതികളില്ലാത്ത ഒരവസ്ഥയിലേക്ക് അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ എത്തിച്ചു. അപ്പോൾ ശിവസാക്ഷാത്കാരം കിട്ടിയ മാണിക്യവാചകരുടെ മഹനീയമായ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷത്തെ അത്യുജ്വലമായ ഹൃദയ പുഷ്പങ്ങൾ കൊണ്ട്, വാക്കുകളാകുന്ന ഹൃദയ പുഷ്പങ്ങൾ കൊണ്ട് ഇവിടെ വിരചിക്കുകയാണ് ചെയ്യുന്നത്. അല്ലയോ ഭഗവാൻ അങ്ങ് ദുഃഖസമുദ്രത്തിൽ കിടന്ന എന്നെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടുവന്നെത്തിച്ചു. അത്ഭുതമെന്നല്ലാതെ ഞാൻ ഈ പ്രക്രിയയെ എന്താണ് പറയേണ്ടത്? ഇന്ന് ഞാൻ ഭക്തന്മാരുടെ ഭക്തനാണ്. അങ്ങനെ മൃത്യുപീഡ എന്നിൽ നിന്ന് മാറി ആനന്ദാമൃതത്തിൻ്റെ ഊറ്റിനെ തെളിച്ച് ആനന്ദാമൃതത്തിൻ്റെ ഒരു മഹാപ്രവാഹം എന്നിൽ ഊറ്റുറവയായി പുറത്തേക്ക് പ്രവഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഊറ്റുറവ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? ആനന്ദാമൃതത്തിൻ്റെ ഊറ്റുറവയാണ് എൻ്റെ ഹൃദയത്തിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആനന്ദത്തിൻ്റെ മഹാകൊടുമുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് ഇവിടെ നാം കാണുന്നത്. ഇതാണ് ആത്മീയതയുടെ, ശിവഭക്തിയുടെ ഏറ്റവും വലിയ ഗുണം. ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ ദുഃഖങ്ങളേ ഇല്ല. അയാൾ പിന്നെ തികഞ്ഞ ശിവാനന്ദ ലഹരിയിലായിരിക്കും. ആ ശിവാനന്ദ ലഹരിയിൽ മുഴുകിയ മാണിക്യവാചകരുടെ മഹനീയമായ ഭക്തിഭാവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഭക്തന്മാർക്കും ഭക്തനെന്നാക്കി ചെയ്തു. എന്നെ ഭക്തന്മാരുടെ ഭക്തനാക്കി അല്ലയോ ഭഗവാൻ
അങ്ങ് മാറ്റി. അപ്പോൾ എല്ലാം ശിവാനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നത്. ഭക്തരിൽ വച്ച് ഭക്തനാക്കി മാറ്റിയതും അല്ലയോ ഭഗവാൻ. അവിടെ നിന്ന് തന്നെ ദുഃഖസാഗരത്തിൽ നിന്ന് തന്നെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലേറ്റിയതും അങ്ങ് തന്നെ. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങാണ് തീരുമാനിക്കുന്നത് അല്ലയോ ഭഗവാൻ. അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ഈ ഭക്തദാസൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയാൽ എഴുതപ്പെട്ടതാണ്, അങ്ങയാൽ തീരുമാനിക്കപ്പെട്ടതാണ്. അങ്ങയുടെ ഇച്ഛയ്ക്കൊത്ത് സഞ്ചരിക്കുന്ന ഒരു പാവയാണ് ഞാൻ. അങ്ങനെ എന്നെ നിത്യാനന്ദത്തിൻ്റെ ആ പർവ്വതത്തിലേക്ക് അങ്ങ് ഉയർത്തി. ഇനി നോക്കൂ, വിണ്ണോർക്ക് നാഥനാകും ഇന്ദ്രനും ഗ്രഹിക്കാത്തൊരൻ നാഥൻ ബ്രഹ്മാ വിഷ്ണു രുദ്രനും ഈശനായോൻ. ബ്രഹ്മാവിനും വിഷ്ണുവിനും രുദ്രനും അല്ലയോ ഭഗവാൻ അവിടെ നിന്ന് ഈശനാണ്. വിണ്ണോർക്ക് നാഥനാകും ഇന്ദ്രനും അങ്ങ് നാഥനാണ്. അപ്പോൾ വിണ്ണോർക്കും അതേപോലെ ഇന്ദ്രനും അതേപോലെ ബ്രഹ്മാവിനും വിഷ്ണുവിനും രുദ്രനുമെല്ലാം ഈശനായിട്ടുള്ളവനാണ് അല്ലയോ ഭഗവാൻ. അപ്പോൾ എല്ലാ ദേവതകളുടെയും സൃഷ്ടികർത്താവാണ് അല്ലയോ ഭഗവാൻ അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ദൃശ്യങ്ങളെല്ലാം തന്നെ രൂപമെന്നായിരിപ്പോൾ ഈ കാണായ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യരൂപങ്ങളും അങ്ങാണ്. ഈ സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ജീവിതത്തിലെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സ്വന്തം രൂപത്തിൽ സ്വന്തം സങ്കല്പം കൊണ്ട് തന്നെയാണ് അങ്ങ് മെനഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അങ്ങ് കുടികൊള്ളുന്നു. അതിനാൽ ഒരു മുക്തൻ പ്രപഞ്ചാദി വിഷയങ്ങളെ ഈശ്വരസ്വരൂപ വിലാസമായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രൂപങ്ങളും അങ്ങയുടെ രൂപമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ഉള്ളിൽ കുടിപാർക്കുന്നത് അല്ലയോ ഭഗവാൻ അവിടെ നിന്നാണ്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചതും അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതും അല്ലയോ ഭഗവാനാണ്. ദൃശ്യങ്ങളെല്ലാം തൻ്റെ രൂപം എന്ന് ഓർക്കുക. എല്ലാ ദൃശ്യങ്ങളുടെയും രൂപം അങ്ങാണ്. എല്ലാ ദൃശ്യങ്ങളുടെയും ഹൃദയം അങ്ങാണ്. ശിവനല്ലാതെ അന്യക്കാർക്കും ഞാൻ ഭക്തനല്ല. അതുകൊണ്ട് ശിവനെ മാത്രമേ ഞാൻ എൻ്റെ ഈശ്വരനായി ഭജിക്കുന്നുള്ളൂ. ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല എനിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല എനിക്ക്. അങ്ങനെ ശിവസാക്ഷാത്കാരം കിട്ടിയ മാണിക്യവാചകരുടെ അനുഭൂതി തരംഗങ്ങളെയാണ് ഇവിടെ വിശദമാക്കുന്നത്. ഇത് ശരിക്കും ഉപനിഷത്തിലെ അനുഭവം തന്നെയാണ്. ഉപനിഷത്തിലെ ആ സാധകൻ എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടുന്നുവോ ആ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി തന്നെയാണ് ഇവിടെ മാണിക്യവാചകരും പിന്തുടരുന്നത്. അപ്പോൾ ഇത് ഉപനിഷത്ത് മാർഗമാണ്, ഇത് ആഗമ മാർഗമാണ്. നമുക്ക് അധ്യാത്മോപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്തുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഈ ഭാഗവുമായിട്ട് ബന്ധമുണ്ട്. നോക്കൂ, ഭോഗ്യപദാർത്ഥങ്ങളിൽ താല്പര്യം ഉണ്ടാകരുത്. അങ്ങനെ താല്പര്യം ഉണ്ടാകാതിരുന്നാൽ വൈരാഗ്യമായി. അഹംഭാവം ഉണ്ടാകാൻ പാടില്ല. അഹംഭാവം തീരെ ഇല്ലാതായാൽ അത് ജ്ഞാനത്തിൻ്റെ പരകാഷ്ഠയാണ്. അതുപോലെ ലയം പ്രാപിച്ച വൃത്തികൾ വീണ്ടും ഉണ്ടാകരുത്. അത് ഉപരതിയുടെ അവധിയാണ്. അങ്ങനെ സ്ഥിതപ്രജ്ഞനായ യതി ആനന്ദമനുഭവിക്കുന്നു. അപ്പോൾ സ്ഥിതപ്രജ്ഞനായൊരു യതിയുടെ അനുഭവമാണ് ഇവിടെ മാണിക്യവാചകർ അനുഭവിക്കുന്നത്. ആനന്ദമനുഭവിക്കുന്നു. സ്ഥിതപ്രജ്ഞനായ യതിയുടെ ആനന്ദാനുഭവമാണിത്. ബ്രഹ്മത്തിൻ മനസ്സ് ലയിച്ചവൻ നിർവികാരനും നിഷ്ക്രിയനുമായിരിക്കും. ബ്രഹ്മവും ജീവനും ചോദിക്കപ്പെട്ട് രണ്ടിൻ്റെയും ഏകീഭവത്തിൽ ലീനമായ വൃത്തിവികൽപ്പരഹിതവും ചൈതന്യരൂപവുമാകുന്നു. അപ്പോൾ അത് പ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. ആരിലാണോ ഈ പ്രജ്ഞ സർവദാ ഉള്ളത് അവൻ ജീവൻ മുക്തനാണ്.
ആ അവസ്ഥയിലാണ് മാണിക്യവാചകർ ഈ വാക്കുകൾ എഴുതുന്നത്. ദേഹേന്ദ്രിയാദികളിൽ അഹംഭാവമില്ലാത്തവനും ഇതല്ലാതെ അന്യപദാർത്ഥങ്ങളിൽ ഇത് എൻ്റേതാണ് എന്ന ഭാവമില്ലാത്തവനും ജീവൻ മുക്തനാകുന്നു എന്നാണ് ഇവിടെ ഈ അധ്യാത്മോപനിഷത്ത് വ്യക്തമാക്കുന്നത്. ജീവാത്മ പരമാത്മാക്കൾ ഒന്നാണെന്നും ബ്രഹ്മത്തിനും സൃഷ്ടിക്കും തമ്മിൽ ഭേദമില്ലെന്നും ബുദ്ധി കൊണ്ട് അറിയുന്നവനാണ് ജീവൻ മുക്തൻ. സജ്ജനങ്ങൾ പൂജിച്ചാലും ദുർജനങ്ങൾ പീഡിപ്പിച്ചാലും സദാ സകലതിനോടും സമഭാവന പുലർത്തുന്നവനാണ് ജീവൻ മുക്തൻ. ബ്രഹ്മതത്വം ഗ്രഹിച്ചവൻ്റെ ദൃഷ്ടിയിൽ പ്രപഞ്ചം മുമ്പ് കണ്ടതുപോലെയല്ല കാണപ്പെടുക. അവൻ മുമ്പ് കണ്ടതുപോലെ തന്നെയാണ് പ്രപഞ്ചം കാണുന്നതെങ്കിൽ അവൻ ബ്രഹ്മഭാവം അറിഞ്ഞിട്ടില്ല. കേവലം ബഹിർമുഖനാണെങ്കിൽ സുഖാനുഭൂതികൾ ഉള്ളിടത്തോളം പ്രാരബ്ധ കർമ്മവും ഉണ്ടാകും. കാരണം ക്രിയാപൂർവമാണ് ഓരോ ഫല ഉദയവും സംഭവിക്കുന്നത്. ക്രിയ കൂടാതെ ഫലമില്ല. ഉണർന്നതിന് ശേഷം സ്വപ്നത്തിലെ ക്രിയ അവസാനിക്കുന്നത് പോലെ ഞാൻ ബ്രഹ്മമാണ് എന്ന ബോധം ജനിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജന്മം കൊണ്ട് ആർജിച്ച സഞ്ചിത കർമ്മങ്ങളും നശിച്ച് നാമാവശേഷമാകുന്നു. അപ്പോൾ ജീവൻ മുക്തൻ്റെ അവസ്ഥയിൽ സഞ്ചിത കർമ്മങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെ സഞ്ചിത കർമ്മങ്ങളെല്ലാം അവസാനിച്ച മാണിക്യവാചകർ പറയുന്നതാണ് ഈ വാചകം. ഞാൻ ഇന്ന് ഭക്തന്മാരിൽ വച്ച് ഭക്തനാണ്, അതേപോലെ തന്നെ ജീവൻ മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ശിവനല്ലാതെ മറ്റാരും എനിക്ക് ദൈവമായിട്ടില്ല. ദൃശ്യങ്ങളെല്ലാം തൻ്റെ രൂപമെന്നായി. ഈ കാണായ ദൃശ്യങ്ങളെല്ലാം അങ്ങയുടെ തന്നെ രൂപമാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഇനി എനിക്കില്ല. അങ്ങനെ ജീവൻ മുക്താവസ്ഥയിൽ എത്തിച്ചേർന്ന മാണിക്യവാചകരുടെ തിരുവചനമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. ഓം ശിവായ നമഃ.